രാഷ്ട്രീയ പാർട്ടികളിലെ നാടകീയമായ വരവ് പോക്കുകളെ ആയാറാം ഗയാറാം എന്ന് വിളിച്ചു തുടങ്ങിയത് 1967 ഹരിയാനയിലാണ്. മണിക്കൂറുകൾക്കുള്ളിൽ പലവട്ടം പാർട്ടി മാറിയ ഗയാലാൽ എന്ന സ്വതന്ത്ര അംഗത്തെ ചൂണ്ടി അന്നത്തെ കോൺഗ്രസ് നേതാവ് റാവു ബീരേന്ദ്ര സിംഗാണ് ആയാറാം ഗയാറാം എന്ന് വിളിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ എളവള്ളി പഞ്ചായത്തിലും അത്തരമൊരു രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ശേഷിക്കെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ പലയിടങ്ങളിലും ശക്തമാണ്. സംസ്ഥാനത്താകെ രാഷ്ട്രീയ ചർച്ചയാവുകയാണ് ഇന്ന് തൃശൂരിലെ എളവള്ളി പഞ്ചായത്ത്. 2004 യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ജിയോ ഫോക്സ് കോൺഗ്രസ് വിട്ട് CPM-നൊപ്പം ചേരുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റായ ജിയോ ഒടുവിൽ എളവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി. തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനമെന്ന നേട്ടം തുടർച്ചയായി 4 തവണ കൈവരിക്കാൻ ജിയോ ഫോക്സ് നേതൃത്വം കൊടുക്കുന്ന എളവള്ളി പഞ്ചായത്തിനായി ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും യോജിച്ച പ്രവർത്തനവും നടപ്പാക്കിയ വേറിട്ട പദ്ധതികളുമാണ് പഞ്ചായത്തിനെ നേട്ടങ്ങളിലേക്ക് നയിച്ചത്. എന്നാൽ ഇക്കഴിഞ്ഞ 18-ന് ഒരു യൂട്യൂബ് ചാനലിലൂടെ താൻ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് ജിയോ ഫോക്സ് പ്രഖ്യാപിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ CPM ജിയോയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൊട്ടടുത്ത ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ പദവിയും രാജിവെച്ച് ജിയോ കളം മാറി. കോൺഗ്രസ് നേതാക്കൾ ആവേശപൂർവ്വം ജിയോയെ സ്വീകരിച്ചു. ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാനിരിക്കെ നേട്ടങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും എളവള്ളി പഞ്ചായത്ത് ശ്രദ്ധാകേന്ദ്രമായി. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടും CPM തന്നെ ബോധപൂർവം തഴഞ്ഞതാണ് കൂടുമാറ്റത്തിന് കാരണമെന്നാണ് ജിയോ ഫോക്സിന്റെ വിശദീകരണം. 6 അവാർഡുകൾ വാങ്ങിയിട്ടും മികച്ച അമൃത് സരോവറായി ഈ എളവള്ളി പഞ്ചായത്തിലെ ഇന്ദിരാഞ്ജലി തെരഞ്ഞെടുത്തിട്ടും ഈ പാർട്ടി നേതൃത്വം യാതൊരു വിധത്തിലുള്ള ഒരു അഭിനന്ദനം ഭരണസമിതിക്കും കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് എന്നെ ഫോൺ ചെയ്തു പോലും ചെയ്തില്ല. അപ്പോൾ അവരുടെ മനസ്സിനകത്തൊരു നീരസം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ അർഹിക്കുന്ന പരിഗണന നൽകിയെന്നും അധികാരത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ജിയോ ഫോക്സ് നടത്തിയതെന്നും CPM വിശദീകരിച്ചു. ജിയോ ഫോക്സ് എന്ന് പറഞ്ഞ ഒരു കക്ഷി വന്നുപോയി എന്നുള്ളതല്ലാതെ സംഘടനാപരമായും അതേപോലെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കോട്ടവും ക്ഷീണവും CPM-നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അവിടെ സംഭവിക്കില്ല എന്നുള്ള കാര്യം വളരെ നിശ്ചയമാണ്. 5 വർഷം മുമ്പ് BJP-യിൽ നിന്ന് CPM-ലെത്തിയ കർഷക സംഘം ചിറ്റാട്ടുകര മേഖലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ മനോജ് വാഴപ്പിലാത്തും കോൺഗ്രസിൽ ചേർന്നു. പ്രസിഡന്റിന് ആ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിൽ നിന്നുള്ള ഈ ഒരു അകൽച്ച വന്നത് ആളതിൽ നിന്ന് പോരേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന നിലയ്ക്കും ഇത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആളെ കൂടെ ഞാൻ പാർട്ടി മാറാൻ തീരുമാനിച്ചു. 1964 രൂപീകരിച്ച പഞ്ചായത്താണ് എളവള്ളി. 16 വാർഡുകളിലായി LDF-ന് 10 സീറ്റും കോൺഗ്രസിന് 4-ഉം BJP-ക്ക് 2-ഉം എന്നിങ്ങനെയാണ് കക്ഷിനില. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.